അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ നബിയിന വഅലാ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാ നമ്മൾ എടുക്കാൻ പോണത് പുതിയ ബുക്കാണ് കേട്ടോ. ഈ ബുക്കാണ് കേട്ടോ. ഇത് ഓക്കെ, പുതിയ ബുക്കാണ് നമ്മൾ എടുക്കാൻ പോണത് കേട്ടോ. ഇൻഷാ അല്ലാ. സ്ക്രീന് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി കേട്ടോ. പുതിയ ബുക്ക് അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്കിൻ്റെ പേജ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്ക്രീന് ഗ്രൂപ്പിൽ നോക്കിക്കോളൂ കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ബുക്കിൻ്റെ ഒന്നാമത്തെ പാഠമാണ് കേട്ടോ. അൽ എറാബു വൽ ബിനാഉ. അൽ എറാബു വൽ ബിനാഉ, ആ ഒരു പാഠമാണ് എടുക്കുന്നത്. എറാബു വൽ ബിനാ. എറാബും ബിനാഉം അതെന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. എറാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിനാ എന്ന് പറഞ്ഞാൽ എന്താണ്? എറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബ എന്നൊരു ഫിഅലുണ്ട്. അറബ അഫ് അല വസന്, നമ്മൾ അഫ് അല വസന് പഠിച്ചിട്ടുണ്ട്. അക്രമ യുക്രിമു ഇക്രാമൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ വഹുവ മുസ്ലിമുൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അറബ അറബ അറബിയാക്കുക എന്നൊക്കെയുള്ള ഒരർത്ഥത്തിലാണ് കേട്ടോ. അറബ യുഅരിബു ഇഅറാബൻ, അതിൽ നിന്നാണ് ഇഅറാബൻ എന്ന് വന്നത്. അഅറബ യുഅരിബു ഇഅറാബൻ. ഇഅറാബൻ, അതാണ് ഇഅറാബ്. അതിൽ നിന്നാണ് ഇത് മുഅറബുൻ എന്നൊക്കെ പറയുന്നത്. അതെന്താണെന്ന് ഇൻഷാ അല്ലാ പറയൂ കേട്ടോ. വൽ ബിനാഉ. ബിനാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കറിയാം ബന, നമ്മൾ പഠിച്ചൊരു ഫേലാണ് ബന. ബന നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നത് ബന. ബന ബനയ ബനൗ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബനത്ത് ബനത്ത ബനൈന ബനത്ത ബനൈത്തുമ, ആ ഒരു ബന, അതിൻ്റെ മസ്തറാണ് ബിനാ. അറബൻ്റെ മസ്തറാണ് എറാബ്, ബനൻ്റെ മസ്തറാണ് ബിനാ. ബിനാ ബിനാ, അതിൽ നിന്നാണ് മുഅറബും മബനിയൊക്കെ ഉണ്ടായത് കേട്ടോ. ഓക്കെ, അതിൽ നിന്നാണ് മുഅറബും മബനിയൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ, അറബിയിൽ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാര്യമാണ്. അത് ഞാൻ പോസ്റ്റർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കിക്കോളൂ കേട്ടോ. അൽ ബറൂറത്തുൽ ഊല ഫിൻ നഹ്വി, ഒരു വ്യാകരണത്തിൽ ഒന്നാമതായിട്ട് നമ്മളൊരു പദം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മഅരിഫത്തുൽ ഇൻഖിസാമുൽ കലിമത്തു ഇലാ ഇസ്മി വൽ ഫിഅലി വൽ ഹർഫി. അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ എറാബു വൽ ബിനാ എന്നുള്ള 2 പദം കിട്ടിയല്ലോ. ആ 2 പദം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കി അത് അറബ എന്ന ഫിഅലിൽ നിന്ന് വന്ന മസ്തറാണ്, ബിനാ എന്നത് ബന എന്നൊരു ക്രിയയിൽ നിന്ന് വന്ന മസ്തറാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. മസ്തറുകളെല്ലാം ഇസ്മുകളാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത് ഇസ്മിൻ്റെ കാറ്റഗറിയിലാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് എന്തൊരു പദം അറബിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലറൂറത്തുൽ ഊല, ഒന്നാമത്തെ ആവശ്യം, ലറൂറത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലറൂറത്തു സാനിയ ഫിൻ നഹ്വി. ഗ്രാമറിൽ നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അത് മുഅറബാണോ അതോ, അപ്പോൾ ഇവിടെ തമീസുൽ മുഅറബു അൽ മബനി. തമീസ് എന്ന് പറഞ്ഞാൽ, തമീസ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുക. മുഅറബാണോ മബനിയാണോ ഈ പദം എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. മുഅറബാണോ മബനിയാണോ ഈ പദം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ അറാബ് ചെയ്യപ്പെട്ടതാണ് മുഅറബ്, ബിനാ ചെയ്യപ്പെട്ടതാണ് മബനി. അതിനെ നോക്കിക്കോളൂ. അൽ എറാബു വൽ ബിനാഉ ഫിൽ അസ്മാഇ, ക്രിയകളിലെ മുഅറബും മബനിയും, എറാബ് ചെയ്യപ്പെട്ടതും ബിനാ ചെയ്യപ്പെട്ടതും, മുഅറബായതും മബനിയായതും അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മുകളിൽ, ഇസ്മുകളിലെ എറാബ് ബിനാഉ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു? അൽ ഇസ്മു, ഇസ്മ എന്ന് പറഞ്ഞാൽ ഇമ്മാ മുഅറബുൻ, ഒന്നുകിൽ അത് മുഅറബായിരിക്കും. ഇമ്മ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇമ്മ നമ്മൾ അജ്നാസിലൊക്കെ ഇമ്മ കുറേ വന്നിട്ടുണ്ട്. ഇമ്മാ മുഅറബുൻ, ഒന്നുകിൽ അത് മുഅറബായിരിക്കും. വ ഇമ്മാ മബനിയും, അല്ലെങ്കിൽ അത് മബനിയായിരിക്കും. ഇസ്മ ഐദർ മുഅറബ് ഓർ മബനി. ഇസ്മ ഒന്നുകിൽ മുഅറബായിരിക്കും അല്ലെങ്കിൽ മബനിയായിരിക്കും. മുഅറബായിരിക്കും അല്ലെങ്കിൽ മബനിയായിരിക്കും. നമുക്കറിയാം മുഅറബ് എന്താണെന്ന്. മുഅറബ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുന്നത്, ഡിക്ലൈനബിൾ. മബനി പറഞ്ഞാൽ ചേഞ്ച് ആവാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം. മുഅറബും മബനിയൊക്കെ നമുക്ക് അറിയാം. എന്നാലും അതിൻ്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ബുക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഇസ്മുകൾ ഒന്നുകിൽ ഇമ്മാ മുഅറബുൻ വ ഇമ്മാ മബനിയുൻ. ഇസ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ഐദർ മുഅറബ് ഓർ
മബനി, ഒന്നുകിൽ മുഅറബായിരിക്കും അല്ലെങ്കിൽ മബനി ആയിരിക്കും, ഡിക്ലൈനബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡിക്ലൈനബിൾ ആയിരിക്കും. ഫൽ മുഅറബു, അപ്പോൾ മുഅറബ് മാ യാതൊന്നാണ്, തഗയ്യറ മാറ്റം വരുന്നതാണ്, ആഹിറുഹു അതിൻ്റെ അവസാനം, അതിൻ്റെ അവസാനം മാറ്റം വരും. മുഅറബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യാതൊന്നാണ്. അവിടെ ഇതല്ല കേട്ടോ, നെഗറ്റീവിൻ്റെ മായല്ല കേട്ടോ, നഫി അല്ല അവിടെ, അത് ഇസ്മു മൗസൂലാണ്. യാതൊന്നാണ് തഗയ്യറ ചേഞ്ച്ഡ് ആവുന്നതാണ്. തഗയ്യറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാളിയാണ് കേട്ടോ. തഗയ്യറ യതഗയ്യറു, ചേഞ്ച് ആയ എന്നാൽ ചേഞ്ച്ഡ് ആണ്, മാറ്റപ്പെടുന്നത്. ആഹിറുഹു അതിൻ്റെ അവസാനം. അപ്പോൾ മുഅറബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം മാറും. ബി സബബി കാരണം കൊണ്ട്, അൽ ആമിലി ആമിലിൻ്റെ കാരണം കൊണ്ട്. ആമിൽ അവാമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമാറ്റിക്കൽ ഫാക്ടറാണ്. അതായത് ഗ്രാമാറ്റിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ഏജൻറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഗ്രാമാറ്റിക്കൽ ഫാക്ടറും ഇംഗ്ലീഷ് തന്നെയാണ്. അതായത് ഗ്രാമാറ്റിക്കൽ ഫാക്ടർ കൊണ്ട് അതിൻ്റെ അവസാനം മാറുന്ന യാതൊന്നാണ് ഏത്? മുഅറബ്. നഹ്വ പോലെ, എന്തുപോലെ? അത് ഇൻഷാ അല്ലാഹ് പറയാം. ആമിലിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ അവസാനം മാറുന്ന യാതൊന്നാണ് മുഅറബ് എന്നാൽ. മുഅറബ് ദാറ്റ് ചേഞ്ച്ഡ് ഇറ്റ്സ് എൻഡ് ഡ്യൂ ടു ദ ഡ്രാമാറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻറ്റ് ഇതൊക്കെ പറയാം. ആമിലിൻ്റെ കാരണം കൊണ്ട്, ഒരു ആമിലിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ അവസാനം മാറുന്നതാണ് മുഅറബ്. ഞാനിവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ നോട്ടൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ആമിലിൻ്റെ കാരണത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത ഘടനകളിൽ സ്ഥാനം വ്യത്യാസം അനുസരിച്ച് അന്ത്യസ്വരം മാറും. വ്യത്യസ്ത ഘടനകളിൽ സ്ഥാനം വ്യത്യാസം അനുസരിച്ചിട്ടെന്ന് പറയും ആമിലിൻ്റെ കാരണത്താൽ. ഇവിടെ നോക്കിയേ, ജാ അൽ മുദർരിസു അധ്യാപകൻ വന്നു, അല്ലേ? ദ ടീച്ചർ കെയിം അധ്യാപകൻ വന്നു. മുദർരിസു എന്നത് ഫായിലാണ്, അല്ലേ? ഫായിലായതുകൊണ്ട് അതിൻ്റെ അവസാനം ദൊമ്മ, ഫായിലായതുകൊണ്ട് അതിൻ്റെ അവസാനം ദൊമ്മ വന്നു. ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ലാഹിറ. നമുക്കറിയാം ഫായിലായതുകൊണ്ടാണ് അവിടെ അതിൻ്റെ പദത്തിൻ്റെ അവസാനം ദൊമ്മ വന്നത്. അപ്പോൾ ഇവിടെ മുദർരിസു ഫായിലാണ്, അവിടെ ഫായിലാവാൻ കാരണം ജാ എന്ന ഫിഅൽ വന്നതുകൊണ്ടാണ് അവിടെ ഫായിലായത്. അപ്പോൾ ജാ എന്നതാണ് ആമിൽ. ഓക്കെ, ഈ ആമിൽ കാരണത്താൽ ആർക്ക് മാറ്റം വന്നു? ഫിഅൽ മാലി ആണ്, അതാണ് ആമിൽ. ഈ ആമിലിൻ്റെ കാരണത്താൽ മുദർരിസുവിന് മാറ്റം വന്നു. ശരിക്കും പറഞ്ഞാൽ ആമിലൊന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ട, എങ്കിലും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ മാറ്റം വരുന്നതിന് മഅമൂൽ എന്നാണ് പറയുക. മഅമൂൽ അതിൻ്റെ അറിയാലോ. അപ്പോൾ ആമിൽ കാരണത്താൽ മാറ്റം വന്നു. അപ്പോൾ അൽ മുദർരിസു എന്നുള്ളത് മഅമൂലാണ്, അതിൻ്റെ ആമിലാണ് ജാ എന്ന ഫിഅൽ, ഫായിലുൻ മർഫൂഉൻ. അടുത്ത നോക്കൂ, സഅൽതുൽ മുദർരിസ ഐ ആസ്ക്ഡ് ടു ദ ടീച്ചർ, ഞാൻ അധ്യാപകനോട് ചോദിച്ചു. അവിടെ മുദർരിസ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ, നസ്ബ് വരാൻ കാരണം എന്താ? സഅൽതു, അവിടെ ആ ഒരു സഅൽതു എന്ന ഫിഅൽ മാലിൻ്റെ കാരണത്താൽ അവിടെ മഫൂലുൻ ബിഹിൻ്റെ സ്ഥാനത്താ. രണ്ട് മഅമൂലാണ് അവിടെ ഉള്ളത്. തു എന്ന മഅമൂലുണ്ട്, മുദർരിസ എന്ന മഅമൂലുണ്ട്. സഅൽ എന്ന ഫിഅൽ അവിടെ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ആമിൽ വന്നതുകൊണ്ടാണ് അവിടെ രണ്ട് മഅമൂലും ഒന്ന് റഫിൻ്റെ സ്ഥാനത്തും മറ്റൊന്ന് നസ്ബിൻ്റെ സ്ഥാനത്തും വന്നത്. കൂടുതൽ ചിന്തിക്കണ്ട കേട്ടോ, ആമിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതിൻ്റെ ആമിൽ കണ്ടുപിടിക്കണോ, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആമിലും മഅമൂലും പറഞ്ഞതാണ്. ആമിൽ അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഇതാണ് അതിൻ്റെ ആമിൽ എന്നുള്ളത്. അടുത്ത് നോക്കിയേ, സല്ലംതു അലൽ മുദർരിസി ഐ ഗ്രീറ്റഡ് ടു ദ ടീച്ചർ, ഞാൻ അധ്യാപകനോട് സലാം പറഞ്ഞു. അവിടെ നോക്കിയേ, സല്ലംതു അലൽ മുദർരിസി. ഇനി നോക്കിയേ, അൽ മുദർരിസി എന്നതിന് അവിടെ മജ്റൂറാണ്, അല്ലേ? ഇസ്മുൻ മജ്റൂറാണ്, ജറിൻ്റെ സ്ഥാനത്താണ്. കാരണം എന്താ? അതിൻ്റെ ആമിൽ ആരായിരിക്കും? മുദർരിസി. കെസ്റ വരാൻ കാരണം ഏതായിരിക്കും അതിൻ്റെ ആമിൽ? മുദർരിസിൻ്റെ ആമിൽ ഏതാ? ക്ലിയർ, അൽഹംദുലില്ലാ. അല എന്നതാണ്. സല്ലം തൂൻ്റെ ആമിലാണ് സല്ലം എന്ന ഫിഅൽ. ഇത്രേ ഉള്ളൂ, അതിൽ അത്രയൊന്നും പഠിക്കാനില്ല. ഇനി നമ്മൾ നോക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, പിന്നെ മുഅറബിന് 3 അടയാളങ്ങളാണ്. ഇറാബ് ഒരു ഇസ്മിൻ്റെ മുഅറബായ ഇസ്മിന് 3 ഒന്ന് മർഫൂ, മൻസൂബ്, മജ്റൂർ. നമുക്ക് എല്ലാവർക്കും അറിയാം മർഫൂ, അല്ലേ? ഇവിടെ റഫിൻ്റെ അടയാളം എന്താണെന്ന് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ റഫിൻ്റെ അടയാളം ദൊമ്മ, നസ്ബിൻ്റെ അടയാളം ഫതഹ, ജറിൻ്റെ അടയാളം കെസ്റ. ഇതെല്ലാം നമുക്ക് അറിയണതാണ്. ഇതിൽ പ്രത്യേകിച്ച്
കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല അൽഹംദുലില്ലാ. ഇനി വേണമെങ്കിൽ ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇറാബ് ചെയ്തുതരാം. ഏത് ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ ഫസ്റ്റത്തെ അൽ ഇറാബ് വൽ ബിനാഉ എന്ന് പറഞ്ഞാൽ അതൊരു ജുംലയല്ല, ഒരു കംപ്ലീറ്റ് ജുംലയല്ല. ഇറാബും ബിനാഉം അത്ഫ് ചെയ്യപ്പെട്ട രണ്ട് ഇസ്മുകളാണ്. പിന്നെ അൽ ഇറാബു വൽ ബിനാഉ ഫിൽ അസ്മായി അതൊരു ജുംലയാണ്. അൽ ഇറാബു മുബ്തദഅ വാവു ഹർഫുൽ അത്ഫ് ബിനാഉ മഅതൂഫുൻ അലാ ഇറാബു ഫിൽ അസ്മായി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഈസി അല്ലേ, പ്രയാസമല്ല. ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അൽ ഇസ്മു ഇമ്മാ മുഅറബുൻ വ ഇമ്മാ മബനിയുൻ. ഇസ്മ ഒന്നുകിൽ മുഅറബായിരിക്കും അല്ലെങ്കിൽ മബനി ആയിരിക്കും. അൽ ഇസ്മു മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തു ളാഹിറ. ഇമ്മ നമുക്കറിയാലേ, നമ്മൾ കുറച്ച് അത്ര അങ്ങനെ പഠിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഹർഫു തഫ്സീൽ എന്ന് പഠിച്ചിട്ടില്ലേ, മബനിയുൻ അല സുക്കൂനി. ജസ്റ്റ് അങ്ങനെ വെറുതെ ഓർത്ത് വെച്ചാൽ മതി. ഹർഫു തഫ്സീൽ, സോ അതാണ് ഹർഫു തഫ്സീലിൻ്റെ ഹർഫാണത്. മബനിയുൻ അല സുക്കൂനി ലാ മഹല്ല ലഹ എന്നാണ് പറയുക കേട്ടോ. ഹർഫല്ലേ, അതുകൊണ്ട് ലാ മഹല്ല ലഹ മിനൽ ഇറാബി അല്ലല്ല ലാ മഹല്ല ലഹു ആണ് കേട്ടോ. ഇമ്മല്ലേ, ഹർഫ് അല്ലേ പറഞ്ഞത്. ലാ മഹല്ല ലഹു മിനൽ ഇറാബി അങ്ങനെ മതി. മുഅറബുൻ എന്നത് ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫിഹി ദമ്മത്തു ളാഹിറ. വാവു ഹർഫുൽ അത്ഫ് ഇമ്മ ഇത് തന്നെ ഹർഫു തഫ്സീൽ. പിന്നെ മഅതൂഫുൻ അല ഇമ്മ മബനിയുൻ മഅതൂഫുൻ അല മുഅറബുൻ. ഫൽ മുഅറബു മാ തഗയ്യറ ആഖിറുഹു ബിസബബിൽ ആമിലി. അതിൻ്റെ അത് ഇറാബ് ചെയ്ത് നോക്കാം. ആമിലിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ അവസാനം ചേഞ്ച് ആവുന്ന യാതൊന്നാണ് മുഅറബ്. മുഅറബ് എന്നാൽ അതിൻ്റെ അവസാനം ആമിലിൻ്റെ കാരണം കൊണ്ട് ചേഞ്ച് ആവുന്നതാണ്. അത് വേണമെങ്കിൽ ഇറാബ് ചെയ്യാം. ഫ ഹർഫുൽ അത്ഫ് അൽ മുഅറബു മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തു ളാഹിറ. മാ അവിടെ ഇസ്മു മൗസൂലാണ്. മാ അത് അവിടെ ഖബറിൻ്റെ സ്ഥാനത്താണ് കേട്ടോ. ഇസ്മു മൗസൂലുൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്ഇൻ ഖബർ. ഖബറാണ് കേട്ടോ. ഇസ്മു മൗസൂൽ ഖബറായിട്ട് വരും. തഗയ്യറ എന്നത് ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി. പിന്നെ നമ്മൾ സാധാരണ പറയണ പോലെ ലാ മഹല്ല ലഹു മിനൽ ഇറാബിയും കൂടി പറയാം. മാലിയല്ലേ. ആഖിറുഹു ആഖിറു ഫാഇലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ വഹുവ മുളാഹു ضمير متصل مبني على الضم في محل جر مضاف إليه بالباء حرف جر مبني على الكسر سبب اسم مجرور علامة جره الكسرة الظاهرة وهو مضاف العامل مضاف إليه مجرور. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ഇറാബ് ചെയ്ത് തന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിലായിക്കോട്ടെ. നമ്മളൊരു ബുക്ക് പഠിക്കുമ്പോൾ അത് മൊത്തത്തിലൊന്ന് പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ്. ശരിക്കും ഇതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കലാണ് ഇവിടെ ഉദ്ദേശം കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്താ പറയുക ഇറാബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേത് നിങ്ങൾക്കറിയാം. ജാ ഫിഅലുൻ മാളിൻ മബനിൻ അലൽ ഫതഹി അൽ മുദർരിസു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തു ളാഹിറ. പിന്നെ അത് കുറച്ചും കൂടി പറയാം. അല ആഖിരിഹി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അൽ ദമ്മത്തു ളാഹിറത്തിൻ അല ആഖിരിഹി എന്നൊക്കെ പറയാം. സഅൽത്തുൽ മുദർരിസ സഅൽതു ഫിഅലുൻ മാളിൻ മബനിൻ അല സുകൂനി അൽ ഫായിലു അത്താഉ എങ്ങനെ പറയാം. അത്താഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ദമ്മി ഫി മഹല്ലി റഫ്ഇൻ ഫായിൽ. അൽ മുദർരിസ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അടുത്തത് സല്ലംതു അലൽ മുദർരിസി. അധ്യാപകനോട് ഞാൻ സലാം പറഞ്ഞു. അല പറയുമ്പോൾ അധ്യാപകൻ്റെ മേൽ നിന്നൊന്നും പറയരുത് കേട്ടോ. അത് അങ്ങനെയാണ്. സല്ലംതു വരുമ്പോൾ അല അങ്ങനെ കൂട്ടി പറയും, പ്രിപ്പോസിഷൻ കൂട്ടി പറയും. പക്ഷേ നമ്മൾ അധ്യാപകൻ്റെ മേൽ സലാം പറഞ്ഞു എന്ന് പറയില്ല, മറിച്ച് അധ്യാപകനോട് എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ സല്ലംതു ഫിഅലുൻ മാളിൻ സല്ലം ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുകൂനി അത്താഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അല ഹർഫു ജർറിൻ മബനിയുൻ അല സുകൂനി അൽ മുദർരിസി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർറിഹി അൽ കസ്റത്തു ളാഹിറ. അത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഈ മുഅറബിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ? അത്രയും ക്ലിയർ ആണ്. ഇനി അടുത്ത് നോക്കിക്കോളൂ കേട്ടോ. വൽ മബനിയു. ഇനി മബനി എന്താണ്? മാ യാതൊന്നാണ് ലാ തഗയ്യറു ചേഞ്ച് ആവാത്തതാണ്. തഗയ്യറു മറ്റേത് ചേഞ്ച്ഡ് എന്നാണ്. തഗയ്യറ അഫ്വൻ യതഗയ്യറു ആണ് കേട്ടോ. തെറ്റി പറഞ്ഞേ. യതഗയ്യറു മുളാരിയാണ് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞത് എന്താ? ചേഞ്ച് ആക്കപ്പെട്ടത്, ചേഞ്ച് ആയത്, ചേഞ്ച്ഡ് എന്നാണ്. തഗയ്യറ ഇവിടെ പറഞ്ഞത് ചേഞ്ച് ആവാത്തത്. ലാ യതഗയ്യറു മാറൂല.
ആഹിർഹു അതിൻ്റെ അവസാനം, ബിസബബിൽ ആമിലി ആമിലിൻ്റെ കാരണം കൊണ്ട്. അപ്പോൾ മബനി പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് ചേഞ്ച്ഡ് ഇറ്റ്സ് എൻഡ് ഡ്യൂ ടു ദ ഗ്രാമാറ്റിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഏജൻറ്റ് എന്നാണ് ഇതിൽ പറഞ്ഞത്. ഒരു ഗ്രാമാറ്റിക്കൽ ഫാക്ടേഴ്സ് കാരണം കൊണ്ടൊന്നും അതിൻ്റെ അവസാനം മാറാത്തതാണ് ഏത് മബനി എന്ന് പറഞ്ഞാൽ. നമുക്കത് അറിയണമാണ്, മാറാത്തതാണ്. ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ഡെഫിനേഷന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആമിലിൻ്റെ കാരണത്താൽ അന്ത്യസ്വരത്തിൽ മാറ്റം വരില്ല. അത് ഏത് ഘടനയിൽ വന്നാലും അന്ത്യസ്വരത്തിൽ മാറ്റം വരാതെ ഒരേ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നതാണ് മബനി. മബനിക്ക് മാറ്റം വരൂല, അതാണ് മബനി. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാഅ ഹഉലാഇ അവർ, അക്കൂട്ടർ വന്നു. ഹഉലാഇ ഉലായിക്ക അക്കൂട്ടർ, ഇക്കൂട്ടർ വന്നു. ഇക്കൂട്ടർ വന്നു. അതെ, ഇക്കൂട്ടർ വന്നു. അവിടെ നോക്കൂ, ദേ കെയിം, ഇക്കൂട്ടർ എന്ന് തന്നെയല്ലേ പറയാം. അതെ, ദേ കെയിം, ഇക്കൂട്ടർ വന്നു. അല്ലെങ്കിൽ ദീസ് പീപ്പിൾ, ദേ കെയിം അവർ വന്നു. അവരല്ല, ഇവർ അടുത്തുള്ളവരാണ് കേട്ടോ. ഉലായിക്കാണ് അവർ, അടുത്തുള്ളവർ. ജാഅ ഹഉലാഇ, ജാഅ ഫിഅലുൻ മാദിൻ മബ്നിയുൻ അലൽ ഫതഹി, ഹഉലാഇ ഫാഇലുൻ മബനിയുൻ അലൽ കെസ്രി, കെസ്രയിൽ മബനിയാണ്. കണ്ടോ, എന്താ ഫായിലായിട്ടും റഫിൻ്റെ അടയാളമായിട്ടുള്ള ദൊമ്മയോ ഒന്നും വന്നിട്ടില്ല. കാരണം അതങ്ങനെ തന്നെ വരുള്ളൂ, അത് ചേഞ്ച് ആവൂല, അത് മബനിയാണ്. അപ്പോൾ മബനികളുടെ പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയും, അത് ഏത് അക്ഷരത്തിലാണോ, ഏത് അന്ത്യസ്വരം എങ്ങനെയാണോ അത് നമ്മൾ കൂട്ടി പറയും. ഫായിലുൻ, മർഫൂഉൻ, അല്ലെങ്കിൽ ഫായിലുൻ, ഹഉലായി അതിൻ്റെ പേരാണ് നമ്മൾ പറയുക. ഫായിലെന്ന് ഹഉലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ഏതാ, ഇപ്പോൾ ഇസ്മുൽ ഇഷാറയാണല്ലേ അത്. അപ്പോൾ നമ്മൾ ഹഉലായി ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കെസ്രി, അത് മബനിയാണ്, കെസ്രയിൽ മബനിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരാണ് പറയുക. എന്നിട്ട് നമ്മൾ പറയും എന്തെന്ന്, പിന്നെ പറയും ഹഉലായി ഇസ്മുൽ ഇഷാറ മബനി, ഇസ്മുൽ ഇഷാറത്തി, ഇഷാറത്തിൻ്റെ ഇസ്മുൽ ഇഷാറത്തി മബനിയുൻ അലൽ കെസ്രി ഫി മഹല്ലി, പിന്നെ നമ്മൾ ഫി മഹല്ലി റഫിൻ, എന്തിൻ്റെ സ്ഥാനത്താണ് എന്നാണ് പിന്നെ പറയുക. അത് മബനിക്കാണ് നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഫി മഹല്ലി റഫ്ഇൻ ഫായിലുൻ, അങ്ങനെയാണ് നമ്മൾ ആ പറയുന്നൊരു രീതി. നോക്കൂ, അപ്പോൾ ഇവിടെ ജാ എന്ന എന്ത് വന്നിട്ടുണ്ട്, ആമിൽ വന്നിട്ടും ഹഉലായി നിനക്ക് ഹഉലായിക്ക് ഒരു മാറ്റവും ഇല്ല. കണ്ടോ, അപ്പോൾ ആമിൽ കാരണം കൊണ്ടൊന്നും മാറൂല. സഅൽതു ഹഉലായി, ഐ ആസ്ക്ഡ് ടു ദം, ഞാൻ അവരോട് ചോദിച്ചു. ഇവിടെ കണ്ടോ, സഅൽ എന്നുള്ള ഫിഅൽ മാലി വന്നിട്ടും തൂന് മാറ്റം വന്നില്ല അല്ലേ, തൂ എന്ന ആമിലിന് മാറ്റം വന്നില്ല, ഹഉലായിക്ക് മാറ്റം വന്നില്ല. മഫൂലും ബിഹിയാണ്, നെസ്ബിൻ്റെ സ്ഥാനത്താണ് അത്. ഹഉലായി മഫൂലും ബിഹിയാണ്, നെസ്ബിൻ്റെ സ്ഥാനത്താണ്. പക്ഷേ അവിടെ അതിനും യാതൊരു മാറ്റവും വന്നില്ല, മബനി ആയതുകൊണ്ട് അത് മാറിയില്ല. സല്ലംതു അല ഹഉലായി, ഞാൻ അവരോട് സലാം പറഞ്ഞു. അവിടെയും മാറ്റം വന്നില്ല, ജെറിൻ്റെ സ്ഥാനത്തായിട്ടും അവിടെ മാറ്റം വന്നില്ല. അതുകൊണ്ടാണ് ഇത് ഈ മബനി പറഞ്ഞാൽ അങ്ങനെയാണ്, അതിന് മാറ്റം വരൂല. ഇവിടെ നോക്കിക്കോളൂട്ടോ. അൽ മബനിയു മാല യതഗയ്യറു ആഖിറുഹു ബിസബബിൽ ആമിലി, ആമിലിൻ്റെ കാരണം കൊണ്ട് മാറ്റം വരാത്തതാണ്. ആമിലിൻ്റെ കാരണം കൊണ്ടോ എന്ത് വന്നിട്ടും കാര്യമില്ല, ഗ്രാമാറ്റിക്കൽ എന്ത് റൂൾ വന്നിട്ടും കാര്യമില്ല, അതിൻ്റെ അവസാനം മാറാത്ത യാതൊന്നാണ് മബനി. അൽ മബനിയു മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ മാ ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അലസ്സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഖബർ. അവിടെ ഖബറാണ് കേട്ടോ, ഇവിടെ ഖബറാണ്. മാ എന്നുള്ളത് ലാ ഹർഫു നഫീൻ മബനിയുൻ അലസ്സുകൂനി, അല്ലാമു എന്നാണ് പറയുക. മബനിയുൻ ലാമല്ല അല്ലേ, ലാന്നുണ്ട്, അലിഫ് കൂട്ടിയിട്ട്, അപ്പം അല്ലാമു പറയില്ല, ലാ തന്നെയാണ് പറയുക കേട്ടോ. ഹർഫു നഫീൻ മബനിയുൻ അലസ്സുകൂനി. യതഗയ്യറു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ. ആഖിറു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ വഹുവ മുളാഫ്. അൽ ഹാഉ ലമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ദമ്മി ഫി മഹല്ലി ജർറിൻ മുളാഫുൻ ഇലൈഹി, അതിൻ്റെ അവസാനം കറക്റ്റായില്ലേ. അൽ ബാഉ ഹർഫു ജർറിൻ മബനിയുൻ അലൽ കെസ്രി സബബി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർറിഹി അൽ കസ്റത്തു ളാഹിറ വഹുവ മുളാഫ്. അൽ ആമിലി മുളാഫുൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർറിഹി അൽ കസ്റത്തു ളാഹിറ. നഹ്വ പോലെ.
ജാഅ ഹഉലാഇ. ജാഅ ഫിഅലുൻ മാദിൻ മബനിയുൻ അലൽ ഫത്ഹി. ഹഉലാഇ ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. സഅൽതു ഹഉലാഇ. ഞാൻ അവരോട് ചോദിച്ചു. സഅൽതു ഫിഅലുൻ മാദിൻ മബനിയുൻ അലസ്സുകൂനി. അത്താഉ ضمير متصل مبني على الضم في محل رفع فاعل. هؤلاء اسم الإشارة مبني على الكسر في محل نسب مفعول به. സല്ലംതു അലാ ഹഉലാഇ. ഞാൻ അവരോട് സലാം പറഞ്ഞു. സല്ലംതു ഫിഅലുൻ മാദിൻ മബനിയുൻ അല ദ്ദമ്മി. അത്താഉ ضمير متصل مبني على الضم في محل رفع فاعل. അലാ ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി. ഹഉലാഇ ഇസ്മുൻ മജ്റൂറുൻ ഹഉലാഇ ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി ജറിൻ ഇസ്മു മജ്റൂർ. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഈ പേജും ഒക്കെയാണ് അല്ലേ? ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതൊക്കെ നന്നായി പഠിച്ചത് കൊണ്ട്, ആദ്യം തന്നെ ഇതൊക്കെ നന്നായി ക്ലിയർ ആക്കിയത് കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാകുന്നുണ്ട്. ഇനി നമ്മളെ മുഅറബും മബനിയും തമ്മിലുള്ള എങ്ങനെയാണ് മുഅറബ് മനസ്സിലാക്കുക, എങ്ങനെയാണ് മബനി മനസ്സിലാക്കുക, നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺഫ്യൂഷൻ വരും. നമ്മളെല്ലാ മുഅറബാണോ ഇത് മബനിയാണോ ഒരു ഇസ്മുകൾ ഇട്ടാൽ, ഇസ്മിലത്തെ മാത്രം പറയണുള്ളൂ കേട്ടോ, ഫിയലിലേക്ക് വന്നിട്ടില്ല. ഒരു ഇസ്മു കിട്ടിക്കഴിഞ്ഞാൽ അത് മുഅറബാണോ മബനിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒറ്റ കാര്യമുള്ളൂ, മബനികൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണോ മബനികൾ എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാത്തതെല്ലാം മുഅറബാണ്, അതല്ലാത്തതെല്ലാം മുഅറബാണ്. അപ്പോൾ മബനി പഠിക്കുക എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാനുള്ള ഏക മാർഗം. അപ്പോൾ നെക്സ്റ്റ് പേജ് ഒരു തരം കൂടി നോക്കാം കേട്ടോ. അൽ മുഅറബു വൽ മബനിയു മിനൽ അസ്മായി. ഇതേ ടൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മുഅറബും മബനിയും, ഇസ്മുകളിൽ മുഅറബും മബനിയും. മുഅറബ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? മുഅറബ് ഏതെന്ന്, മുഅറബിൻ്റെ പദം ഏതിന്നാ വന്നുള്ളത്? അറബ യുഅരിബു ഇറാബൻ. അതിൻ്റെ എന്താണ് മുഅറബ്? മസ്ദർ ഇറാബ്. അറബ യുഅരിബു ഇറാബൻ. ഒന്ന് നോക്കി, അഫ്അല യുഫ്ഇലു ഇതൊക്കെ മുസ്ലമുൻ അതിൻ്റെ ഇസ്മു ഫായിലല്ലേ? ഇറാബ് ചെയ്യുന്നവൻ അല്ലേ മുഅറബ്? ഇതില്ലേ അജ്നാസിൻ്റെ കയ്യിൽ? അറബ യുഅരിബു ഇറാബൻ വഹുവ മുഅരിബുൻ. അപ്പോൾ ചെയ്യപ്പെടുന്നത് കേട്ടോ. മുഅറബുൻ എന്ന് പറഞ്ഞാൽ ഇസ്മു മഫൂലാണ്. മുഅറബുൻ ചെയ്യപ്പെട്ടത്. മബനി പറഞ്ഞാലോ? മബനി എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിലാണോ ഇസ്മു മഫൂലാണോ? ബന യബനി. ബന ഓർമ്മണ്ടാ? ബന മഷ. മഷ പുറത്തു നോക്കി അതേപോലെ മഷ. മഷൻ്റെ ഇസ്മു ഫായിൽ എന്താ? നടക്കുന്നവൻ എന്നങ്ങനെ പറയാ? മാഷിൻ അല്ലേ? നടക്കുന്നവൻ മാഷിൻ. അപ്പോൾ ഉണ്ടാക്കുന്നവൻ ബാനിൻ. മബനി എന്ന് പറഞ്ഞാൽ മബനി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് കേട്ടോ. ഇസ്മു മഫൂലാണ് കേട്ടോ മബനി. മിനൽ അസ്മാ ഇസ്മുകളിലെ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് വന്നിട്ടുള്ളത്. മസ്തറായിട്ടാണ് വന്നിട്ടുള്ളത്. എറാബും ബിനാ എന്ന് പറയുമ്പോൾ നിർമ്മിക്കൽ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ബിനാ വന്നത്. മബനിൻ്റെ മസ്തറാണ് ബിനാ. മബനി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ്. പക്ഷേ ശരിക്കും അതിൻ്റെ ഭാഷാർത്ഥമാണ് പറഞ്ഞത്. സാങ്കേതിക അർത്ഥത്തിൽ നമുക്ക് മനസ്സിലായല്ലോ. ഇൻഡിക്ലൈനബിൾ, മാറ്റാത്തത്. ഡിക്ലൈനബിളാണ്, ഇൻഡിക്ലൈനബിൾ അല്ല. മബനി എറാബ് അല്ല, മുഅറബ് ഡിക്ലൈനബിൾ, മറ്റേത് ഇൻഡിക്ലൈനബിൾ. ശരി, അപ്പോൾ നമുക്ക് ആദ്യം ഇസ്മുകളിലെ മബനിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ നോക്കിയേ എന്തെഴുതിയിരിക്കുന്നത്? അൽ അസ്മാഉ കുല്ലഹ മുഅറബുൻ മാ ഗദ അൽ ഫിആത്തിൽ ആത്തിയത്ത എന്നാണ് കേട്ടോ. കെസ്റയല്ല ഫത്തഹയാണ് കേട്ടോ. അത് എന്തോ ഇത് മറ്റേ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് കേട്ടോ. ആത്തിയത്ത എന്നാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞുതരാം. അൽ അസ്മാഉ കുല്ലഹ. അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മുകൾ. അസ്മാ അറിയാലോ, ഇസ്മുകൾ. ഇസ്മിൻ്റെ ബഹുവചനമാണ് അസ്മാ. അസ്മാഉ കുല്ലുഹ. കുല്ലുഹ എന്ന് പറഞ്ഞാൽ അവയെല്ലാം. ഏതെല്ലാം? ഇസ്മുകൾ അവയെല്ലാം. നിങ്ങളൊന്ന് ആലോചിക്കുക, കുല്ലോടെ എങ്ങനെ വന്നത്? കുല്ല് എന്തായിരിക്കും അതിൻ്റെ?
ഇസ്മു അവയെല്ലാം. മുലാഫ് അതവിടെ നിൽക്കട്ടെ. അല്ലാതെ എന്തായിരിക്കും? ഇസ്മുകൾ അവയെല്ലാം മുഅറബത്തുൻ മുഅറബാണ്. ഇസ്മുകൾ അവയെല്ലാം അല്ല തൗക്കീദാ. ഇസ്മുകളെല്ലാം പറഞ്ഞു നോക്കിയേ. ഇസ്മുകൾ നോക്ക് കുല്ലഹ ഒഴിവാക്കി ബദലല്ല തൗക്കീദ് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കുല്ലു ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുല്ലുഹ കണ്ടോ. അൽ അസ്മാ ഉ നിങ്ങൾ കുല്ലുഹ ഒഴിവാക്കിക്കുക. അൽ അസ്മാ ഉ മുറബത്തുൻ ഇസ്മുകളെല്ലാം മുറബത്താണ്. മുറബുൻ എന്നല്ല കേട്ടോ, മുറബത്തുൻ എന്നാണ്. കാരണം എന്താ, അതിൻ്റെ ഇത് വേണമല്ലോ, അനുബന്ധം വേണമല്ലോ, മുബത്തദ ഖബറാണല്ലോ അത്. അൽ അസ്മാ ഉ മുറബത്തുൻ ഇസ്മുകൾ മുറബാണ്. കുല്ലുഹ അവയെല്ലാം ഒന്നും കൂടി ഉറപ്പിച്ച് പറയണത് കണ്ടോ. കുല്ലു വന്നതോടെ ഉറപ്പിക്കാനാണ് കേട്ടോ. തൗക്കീദിനാണ്. തൗക്കീദുൽ മാനവി എന്നാണ് അതിനെ പറയുക. തൗക്കീദുൽ മാനവി മർഫൂനാണ്. അൽ അസ്മാഉ മുബ്തദ മർഫൂഉൻ അലാമത്തു റഫി അദ്ദമത്തു ളാഹിറ. കുല്ലു തൗക്കീദു മാനവി അത് മർഫൂ ആയിരിക്കും. ഏതിനെയാണോ തൗക്കീദ് ചെയ്യുന്നത്? അസ്മായിനെ. അവയല്ല. അതിന് ശേഷം മുലാഫിനിലേഹി വരും. മുലാഫ് ഹാ മുലാഫിനിലേഹി. ഹാ വന്നത് കുല്ലു ജമീൻ മുഅന്നസ്, അതുകൊണ്ടാണ് ഹാ വന്നത്. അവയെല്ലാം അവ ഏവയെല്ലാം ഇസ്മുകളെല്ലാം മുഅറബത്തുൻ മുഅറബാണ്. ഇസ്മുകളെല്ലാം മുഅറബാണ്. എന്നിട്ട് എക്സെപ്ഷൻ കൊടുക്കുന്നത് മാഗദ അൽഫി ആത്തിൽ ആത്തിയത്തി ആത്തിയത്ത ആത്തിയത്താണ് തുടർന്നു വരുന്നതായ ഫി ആത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്രൂപ്പ് കാറ്റഗറീസ് എന്നൊക്കെ പറയും. കാറ്റഗറികൾ കാറ്റഗറീസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആത്തിയത്ത തുടർന്നു വരുന്നതായ മാഗദ ഗദൽ ഫി ആത്തിൽ ആത്തിയത്ത. എന്താണെന്ന് പറയുക, മാഗദ നമ്മൾ പഠിക്കാത്തൊരു ഇതാണ്. അതൊരു എക്സെപ്ഷനാണ്. ഇസ്തിസ്നാ എന്നൊക്കെ പറയും. അത് ഒരു ഫേല് മാലിയാണ്. അത് മാ എന്നുള്ളത് എന്താ പറയുക, ഹർഫ് മസ്തരിയാണ്. ഗദ എന്നുള്ളത് ഫേല് മാലിൻ ജാമിദാണ്. പിന്നെ അതിൻ്റെ ഫായിലും മുസ്തദറും തഖ്ദീർ ഹുവയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. ഈ ഫി ആത്തി എന്നുള്ളത് മഫൂലും ബിഹിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫി ആത്തി കസ്റ വന്നത്? മഫൂലും ബിഹി കസ്റ വരുന്നത് ആർക്കാ? നസ്ബ് ചെയ്യുക. കസ്റയിൽ ജമു മുഅന്നസ് സാലിമാണ് നമ്മൾ. യെസ്, ജമു മുഅന്നസ് സാലിമാണ്. അപ്പോൾ ആത്തിയത്താന്നല്ലേ വരിക? ജമു മുഅന്നസ് സാലിം കസ്റയിൽ നസ്ബ് ചെയ്തു. അതിൻ്റെ നഅത്താണ് ആത്തിയത്ത. കണ്ടോ. മറ്റേ പിന്നെ നഅത്ത് എപ്പോഴും അല്ല, ഇതിന് ഫതഹ കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ തുടർന്ന് വരുന്ന ഗ്രൂപ്പുകൾ ഒഴികെ ബാക്കി എല്ലാ ഇസ്മുകളും. അപ്പോൾ ഇസ്മിൽ ഏതൊക്കെയാണ് മബനി എന്നാണ് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ഇസ്മുകളിൽ ഏതൊക്കെയാണ് മബനി. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് അല്ലാത്തവയെല്ലാം മുഅറബാണ്. എളുപ്പമായി അല്ലേ. അൽ ദൊമാഇറു. ദൊമാഇർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ. എന്താ പറയുക, പ്രോനൗൺ മലയാളം എന്താ? പ്രോനൗണിൻ്റെ സർവനാമങ്ങൾ. മിസ്ല പോലെ, ഹുവ ഹുമ ഹും എന്ന് തുടങ്ങുന്ന ആ ഒരു 14 എണ്ണവും അതൊക്കെ എന്താണ്? അതെല്ലാം മബനികളാണ്. അതിനെ പറയുന്നു അൽ ദൊമാഇറു ഹാദിഹി അൽ ദൊമാഇറു റഫ്. റഫിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന റഫ് എന്താ പറയുക, മർഫു ആയ ദമീറുകൾ ഹുവ ഹുമാഹും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അവസാനത്തെ അന്ത്യസ്വരം നോക്കിയിട്ടാണ് നമ്മൾ എന്തിൽ മബനിയാണെന്ന് പറയുക. ഹുവ ലമീറുൻ മുൻഫസിലുൻ മബനീൻ അലൽ ഫതഹി, ഹും ലമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ സുകൂനി. അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കാം. അപ്പോൾ റഫിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീറുകൾ ഇവിടെ പറഞ്ഞു. അടുത്ത നോക്കിയേ, ദഹബ്തു. ദഹബ്തു അവിടെ അത്താഉ തു കണ്ടോ. തു അതും എന്താണ്? ദമീർ. നമ്മൾ പറയാമല്ലോ അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി എന്നൊക്കെ നമ്മൾ ഇത്തിരി മുമ്പ് വായിച്ചു പോയി അല്ലേ. അറ്റാച്ച് ചെയ്ത് വരുന്ന അപ്പോൾ ഏതൊക്കെ വരും? ഫഅലല്ല, ഫഅല, അലിഫുൽ ഇസ്നൈനി അവിടെ അത് മബനിയാണ്. ഫഅല, ഫഅലു, വാവ്, ഫഅലത്ത് അവിടെ ഇല്ല, തനീസാണ്. മറ്റേതില്ല, അവിടെ മുസ്തത്തിറാണ്. പിന്നെ മറ്റേത് പിന്നെ ഫഅലത്ത്, ഫഅലത്താ അവിടെ അലിഫുണ്ട്. ഫഅൽന നൂനുണ്ട്. ഫഅൽത്ത, ഫഅൽത്തുമ പിന്നെ അവിടുത്തെ അങ്ങോട്ട് താ ഉണ്ട്. അത്താ ഒക്കെ റഫീൻ്റെ സ്ഥാനത്ത് വരുന്ന ലമീറാണ്. ഖാലു അവിടെ കണ്ടോ. വാവുൽ ജമാ അതും റഫീൻ്റെ സ്ഥാനം. അൽ വാവുൽ ജമാഅത്തി ലമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹലി റഫ്ഇൻ ഫാഇൽ. അങ്ങനെ പറയാറില്ലേ. ഖാലു അവർ പറഞ്ഞു. ഇനി നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന ലമീറുകളെല്ലാം മബനികളാണ്. ഏതൊക്കെയാ? റഅയ്തുഹു, ഹു കണ്ടോ. ഞാൻ അവനെ കണ്ടു. ഹു അല്ലേ. അസ്അലു, അസ്അലു, അസ്അലു ഞാൻ ചോദിച്ചു.
ഖ നിന്നോട് അസ്അലു ഖ ആ കാഫ് എന്താണ് അതും നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറാണ്. ലൊറബ നീ അവിടെ യാ മുത്തക്കല്ലിമ എന്താ ലൊറബ അവൻ അടിച്ചു അവൻ എന്നെ അടിച്ചു. അവിടെയും അത് നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറുകളാണ്. അതെല്ലാം മബനികളാണ്. റഫിൻ്റെ സ്ഥാനത്ത് വരുന്ന വേറെ ലൊമീറുകൾ അല്ല നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന വേറെ ലൊമീർ ഏതാ? ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറുകൾ ഇതല്ലാതെ ഏതൊക്കെയുണ്ട്? റഫിൻ്റെ സ്ഥാനത്ത് നസ്ബിൻ്റെ സ്ഥാനത്ത് നസ്ബിൻ്റെ സ്ഥാനത്ത് വേറെ ലൊമീർ എവിടെ വരിക? ഇന്നൻ്റെ കൂടെ ഇന്ന വാത്തുഹൻ്റെ കൂടെ ഇന്നഹു അല്ലേ? ഇന്നൻ്റെ ഇസ്മ അവിടൊക്കെ അറ്റാച്ച്ഡ് പ്രോനൗണൊക്കെ നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് അല്ലേ? അപ്പോൾ കേട്ടാ. അപ്പോൾ അത് മാത്രമല്ല ഇതൊക്കെ ഉണ്ട് എന്ന് ഓർക്കണേ. ഇതിൽ കൊടുത്ത ഉദാഹരണങ്ങളും മാത്രമല്ലാത്ത ഉദാഹരണങ്ങളും കണ്ടുപിടിക്കാം. അടുത്തത് ജെറിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറുകൾ കിതാബുഹു അവൻ്റെ പുസ്തകം, ഹു ദഫ്തറുഹ അവളുടെ നോട്ട് പുസ്തകം, ഇസ്മുക നിൻ്റെ പേര്, അലൈഹ അവളുടെ മേൽ അല്ലെങ്കിൽ അതിൻ്റെ മേൽ, ലന ഫോർ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്, നാ കണ്ടോ. അതുപോലെ പിന്നെ ഏതാ വേറെ ജെറിന്റെ സ്ഥാനത്ത് വേറെ ഉണ്ടല്ലോ ലൊമീറുകൾ ഏതാ? അത് ഇസ്മിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇതൊക്കെ ഇസ്മിനോട് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഹർഫിനോട് അറ്റാച്ച് പിന്നെ ഒരെണ്ണത്തിനോട് കൂടി അറ്റാച്ച് ചെയ്യുമല്ലോ. എന്തിൻ്റെ കൂടെ? ലർഫിൻ്റെ കൂടെ അല്ലേ? ഇന്ദഹു ഇല്ലേ? അപ്പോൾ അതൊക്കെ മബനികളാണ്. അപ്പോൾ ലൊമീറുകൾ 3 തരത്തിൽ വരുന്ന ലൊമീറുകളും നമ്മൾ പഠിച്ചു. റഫിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറുകൾ, നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറുകൾ, ജെറിൻ്റെ സ്ഥാനത്ത് വരുന്ന ലൊമീറുകളെല്ലാം മബനികൾ ആണ്. മബനികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അസ്മാ ഉൽ ഇഷാറത്തി ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. മലയാളം പറഞ്ഞേ. സൂചനാ നാമങ്ങൾ അല്ലേ? സൂചനാനാമ കറക്റ്റ് അല്ലേ? സൂചനാനാമങ്ങൾ മിസ്ല പോലെ, ഹാദ ഹാദിഹി ദാലിക തിൽക ഉലൈക ഹഉലൈ. വ്യത്യാസം ഉണ്ട് കേട്ടോ. അതിൽ എക്സെപ്ഷൻ ഉണ്ട്. ഇല്ല മുസന്ന ഇല്ലാന്ന് കൊടുത്തിട്ടില്ലേ? മുസന്നകൾ ഒഴികെ. കണ്ടോ? ഹാദ മബനീൻ അല സുക്കൂനിയാണ്, ഹാദിഹി മബനീൻ അലൽ കസ്രി, ദാലിക മബനീൻ അലൽ ഫതഹി, ഇസ്മുൽ ഇഷാറ മബനീൻ അലൽ ഫതഹി ഇസ്മുൽ ഇഷാറത്തി. അപ്പോൾ അതിൽ 2 റബാനികളുണ്ട്. ഏതൊക്കെയാ മുസന്നകൾ? 2 ഹാദാനി ഹാത്താനി അല്ലേ? എങ്ങനെയാ ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ചേഞ്ച് ആവും. എവിടെയാ അരിഫ് മാറും. ഇവിടെ ഇത് അലിഫ് മാറും. ഇപ്പൊ നോക്കിയേ, സല്ലം തു അലാ നിങ്ങൾ 2 പേർ ഈ 2 പേരോട് ഞാൻ സലാം പറഞ്ഞത് സല്ലം തു അലാ ഹാതൈനി 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 എന്നൊക്കെ വരും. അലിഫ് മാറിയാ ഒക്കെ ആവുന്ന സന്ദർഭങ്ങളുണ്ട്. അതാണ് അത് ചേഞ്ച് ആവും. മനസ്സിലായോ? ചേഞ്ച് ആവും. കൊണ്ടാണ് ഹാതൈനി 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 എന്നൊക്കെ അത് ഇത് 2 എണ്ണം മാറും. മുസന്ന 2 എണ്ണവും മാറും. ഇസ്മുൽ ഇഷാറകളെല്ലാം മബനികളാണ് എക്സെപ്റ്റ് ഇല്ല മുസന്നയൊഴികെ. ഇനി അൽ അസ്മാ ഉൽ മൗസൂല റിലേറ്റീവ് പ്രോനൗൺ. മലയാളം പറഞ്ഞേ. റിലേറ്റീവ് പ്രോനൗൺ എന്നല്ലേ പറയാ? അതിനെങ്ങനെ പറയാം മലയാളം പറഞ്ഞേ? റിലേറ്റീവ് പ്രോനൗണിന്റെ മലയാളം എന്താ? ബന്ധിത സർവനാമങ്ങൾ. എങ്ങനെ ബന്ധിത സർവനാമങ്ങൾ. ബന്ധിത സർവനാമം കറക്റ്റായാ? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടത്. പ്രോനൗൺ സർവനാമം. അങ്ങനെ ചേർത്ത്. മറ്റേത് സൂചക സർവനാമം, മറ്റേത് സംയോജക നാമം ട്ടാ. ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. സംയോജക നാമം. ഇസ്മുൽ മൗസൂല ഇസ്മുൽ ഇഷാറ സൂചക സർവനാമം, മറ്റേത്
സംയോജകനാമം. ഓഹോ, സംയോജകനാമം. അപ്പം അതിൽ അസ്മാഉൽ മൗസൂലയിൽ അല്ലദീ, അല്ലത്തി, അല്ലദീന എല്ലാം എന്താണ്? മബനിയാണ്. ഇല്ല മുസന്ന, മുസന്നയൊഴികെ. അല്ലദാനി, അല്ലത്താനി, മുഅറബാനി. കണ്ടാ, അല്ലദാനി എന്നുള്ളത് അല്ലദീനിയും വരും, അല്ലത്തീനിയൊക്കെ വരും. അപ്പം അതൊക്കെ എന്താണ്? അത് മബനിയല്ല, അതെല്ലാം അത് രണ്ടും മുഅറബാണ്. മുസന്ന ഓർക്കാൻ നല്ല എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല, അത് ഓർത്ത് വെക്കാൻ നല്ല എളുപ്പമാണ്. മുസന്നകൾ ഒഴികെ ബാക്കിയെല്ലാം മബനികളാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അടുത്തത് അസ്മാഉൽ ഇസ്തിഫ്ഹാം. എന്തുട്ടാ? ഇൻട്രോഗേറ്റീവ് അല്ല, മലയാളം പറഞ്ഞേ. അസ്മാഉൽ ഇസ്തിഫ്ഹാം ആർക്കാ മലയാളം നന്നായിട്ട് അറിയാം? ചോദ്യം ചോദിക്കാനുള്ള. ഒറ്റ വാക്ക്. ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറയും. ചോദ്യനാമങ്ങൾ അല്ലേ? ഇൻട്രോഗേറ്റീവ്സ് കേട്ടോ. ഇൻട്രോഗേറ്റീവ്സിൽ ഏതൊക്കെയാ? മിസ്ല, മൻ, ഐന, മാ, മത, കൈഫ. അതിൽ ഒരു ഒഴിവില്ലേ? ഒരാൾ മുറബല്ലേ? ആരാ മുറബ്? അയ്യോ. യെസ്, തുറന്നോ? ഇതിന് നോക്കിയാണ്, തുറന്നോ? അപ്പോൾ അയ്യും മുറബാണ്, ബാക്കിയെല്ലാം മബനികളാണ്. അടുത്തത് ബഅദുദ്ദുറൂഫി, ചില ലർഫുകൾ. മിസ്ല പോലെ, ഇതാ. ഒരു ലർഫ് വേറെ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാത്തൊരു ലർഫുണ്ട്. ഏതാ? അയിന ലർഫിൽ വരും കേട്ടോ. വെറുതെ നോട്ട് ചെയ്ത് വെച്ചു, ഞാനൊന്ന് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു, മറന്നതാണ്. അയിന വെറുതെ എഴുതി വെച്ചോട്ടാ. പിന്നെ ഇതാ എന്ന് പറഞ്ഞാൽ വെൻ അല്ലെങ്കിൽ ഇഫ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അൽ ആന എന്ന് പറഞ്ഞാൽ നൗ. ഹൈസു വേർ. അംസി യെസ്റ്റർഡേ. അതൊക്കെ എന്താണ്? മബനികളാണ്. ചിലത് മുഅറബ് എന്ന് പറഞ്ഞു. അശ്വതി ഒരു മിനിറ്റ്, സ്ലാലിക്കട വെയിറ്റ്. പിന്നെ അതിൽ മുഅറബുകൾ നിങ്ങൾ പറയണ മുഅറബ് എന്ന് പറഞ്ഞേ, അറിയണ മുഅറബുകൾ പറഞ്ഞേ. മബനിയാണ് ഇപ്പോൾ പറഞ്ഞത്. മുഅറബ് പറഞ്ഞേ ലർഫില്. ഖബല, തഹ്ത, ഫൗക, ഹൗല, വറാഅ, അമാമ, യൗമൻ, യൗമിൻ ഒക്കെ പറയില്ലേ? ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് കുറച്ച് അധികം പറയണ്ട, അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ ഇൻഷാ അല്ലാഹ്.